ഹായ്, വെൽക്കം ബാക്ക് ടു ഐ&എ കിച്ചൺ. ഞാൻ കഴിക്കുന്ന ഏക മത്സ്യമാണ് ചെമ്മീൻ. ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു ഫ്രൈ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ 4 സവോള എടുത്തിട്ടുണ്ട്, 4 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമുക്ക് ആവശ്യം. സവോള എല്ലാം വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. ആദ്യം ഞാനിതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഫ്രൈ തയ്യാറാക്കാനായിട്ട് 1/2 കിലോ ചെമ്മീൻ ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രോൺ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 നാരങ്ങയുടെ അതായത് പകുതി നാരങ്ങയുടെ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മീനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിന്റെ എല്ലാ ഭാഗത്തും മസാല പുരളുന്ന രീതിയിൽ കൈവച്ച് നമുക്ക് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മസാല പുരട്ടിയതിനു ശേഷം ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ച മീന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കറിയാലോ, ഒരുപാട് സമയം ചെമ്മീന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് പൊരിച്ച് മാറ്റണം. ഒരു വശം റെഡി ആയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഗ്രേവിയിലിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊരിച്ച് മാറ്റാം. ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. സെക്കൻഡ് ബാച്ച് ചെമ്മീനും നമുക്ക് ഇതുപോലൊന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് കേട്ടോ ചെമ്മീന് പൊരിച്ചെടുത്തത്. നമ്മുടെ 3ാമത്തെ ബാച്ച് ചെമ്മീനും കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഈ സെയിം പാനിലോട്ട് തന്നെ അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒരുപാട് നേരം വഴറ്റണമെന്നില്ല കേട്ടോ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെയും മാത്രം വഴറ്റിയാൽ മതിയാവും. എനിക്കിവിടെ അത്യാവശ്യം ഗ്രേവി വേണം കേട്ടോ, അതുകൊണ്ട് തന്നെ 4 സവോള മുഴുവനായും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മല്ലിയിലയുടെ തണ്ടുണ്ടല്ലോ അത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ ചേർത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെയും ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം അതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ചേർത്ത മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് വീണ്ടും അടച്ച് വെച്ച് ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്
3-4 തവണ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ വഴറ്റിയ മസാല ഒന്ന് ലൂസാക്കുന്നത് വരെയും മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒന്ന് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്പം പോരായിരുന്നു. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് എണ്ണ മുകളിൽ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേവി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ടെടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഗ്രേവി. ഇതൊന്ന് തണുക്കുമ്പോഴൊന്നുകൂടെ ഒന്ന് ടൈറ്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ അല്പം ചൂടുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മീൻ വെച്ചിരുന്ന പ്ലേറ്റിൽ അല്പം വെള്ളം ചേർത്തിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ മീൻ കഴിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഡിഷ് കഴിക്കുമ്പോൾ മീനിൻ്റെ ടേസ്റ്റും ഫ്ലേവറും അധികം അനുഭവപ്പെടാത്ത രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ചോറ്, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ 3ൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു ചെമ്മീൻ വിഭവമാണിത്. തീർച്ചയായും എന്നെ പോലെ മീൻ അധികം ഇഷ്ടപ്പെടാത്തവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.